So dear friends, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് ഡാറ്റ സ്ട്രക്ചേഴ്സ് ആണ്. സോ പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്കറിയാം. എന്താണ് ഡാറ്റ സ്ട്രക്ചർ? ഡാറ്റ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്തും അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഡാറ്റ സ്ട്രക്ചേഴ്സ് ഉണ്ടായിരിക്കും. സോ പൈത്തണിനകത്ത് മെയിനായിട്ട് ത്രീ ടൈപ്സ് ഓഫ് ഡാറ്റ സ്ട്രക്ചേഴ്സ് ആണുള്ളത്: സീരീസ്, ഡാറ്റ ഫ്രെയിംസ് ആൻഡ് പാനൽസ്. സോ എന്താണ് ഡാറ്റ സ്ട്രക്ചർ? ഫസ്റ്റ് നമുക്ക് ഡാറ്റ സ്ട്രക്ചർ എന്താണെന്ന് നോക്കാം. ഡാറ്റ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റോർ ചെയ്യാം. ഓരോ ഡാറ്റയും നമുക്ക് പ്രോഗ്രാമിങ്ങിനകത്ത് എന്ത് വേണം? ഡാറ്റ സ്റ്റോർ ചെയ്യണം. സോ ഡാറ്റ സ്റ്റോർ ചെയ്യാനായിട്ട് നമ്മൾ എടുക്കുന്ന മെത്തേഡ് എന്താണോ അതാണ് നമ്മൾ പറയുന്നത് ഡാറ്റ സ്ട്രക്ചേഴ്സ്. സോ സീരീസ്, ഡാറ്റ ഫ്രെയിം, പാനൽ, ഇങ്ങനെ 3 മെത്തേഡ്സാണ് നമുക്ക് ഡാറ്റ സ്ട്രക്ചർ ആയിട്ട്, അല്ലെങ്കിൽ 3 ഡാറ്റ സ്ട്രക്ചേഴ്സാണ് നമുക്കുള്ളത്. സോ ഓരോ ഡാറ്റ സ്ട്രക്ചേഴ്സിലും പറയുന്നത് ഏത് ടൈപ്പ് ഡാറ്റ സ്റ്റോർ ചെയ്യാം, എവിടെ ഡാറ്റ സ്റ്റോർ ചെയ്യാം, ആ ഒരു ഡാറ്റയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഡാറ്റ സ്റ്റോറേജും അതിൻ്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഓപ്പറേഷൻസുമാണ് ഡാറ്റ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് പറയാം ഡാറ്റ ആൻഡ് ഓപ്പറേഷൻസ്. ഡാറ്റയും ഓപ്പറേഷൻസുമാണ് എന്ത് ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സീരീസ് ആണെന്ന് പറഞ്ഞു. സീരീസ് എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാം, ഇവിടെ മാർക്സ് എന്ന് പറഞ്ഞ് കുറേ ഡാറ്റ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. 45, 65, 25, 78 അല്ലേ? അപ്പോൾ ഇത്രയും ഡാറ്റ നമ്മൾ സ്റ്റോർ ചെയ്യുന്നുണ്ട്. ഇവിടെ ഇതിനകത്ത് നമുക്ക് 45 നമ്മൾ ടേം 1 എന്ന് കാണിച്ചിട്ടുണ്ട്, 65 നേരെ ടേം 2 ഉണ്ട്, 25 ടേം 3, 78 ടേം 4. സോ ഒരു സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഡയമെൻഷണൽ ഡാറ്റ സ്ട്രക്ചേഴ്സ് ആണ്. ഹോമോജീനിയസ് ടൈപ്പ് ഓഫ് ഡാറ്റ, സെയിം ടൈപ്പ് ഡാറ്റ, അതല്ലെങ്കിൽ സിമിലർ ഡാറ്റ സ്റ്റോർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഡാറ്റ സ്ട്രക്ചറാണ് സീരീസ് എന്ന് പറയുന്നത്. സോ സീരീസിനകത്ത് ഇവിടെ നിങ്ങൾ കാണുന്ന ഡാറ്റ പാർട്ടുണ്ട്, അതിൻ്റെ ഇൻഡെക്സ് പാർട്ടുണ്ടായിരിക്കും. ഈ ഒരു ഭാഗത്ത് നമ്മൾ പറയുന്നത് ഇൻഡെക്സ് പാർട്ടെന്നും ഇത് ഡാറ്റ പാർട്ടുമാണ്. സോ ഡാറ്റ പാർട്ടിനകത്താണ് നമ്മൾ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. ഈ ഡാറ്റനെ റെഫർ ചെയ്യാനാണ് ഇൻഡെക്സസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പ്രോഗ്രാം പറയുമ്പോൾ മനസ്സിലാവും എന്താണെന്നുള്ളത്. സോ ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുള്ളത്, ഒരു സീരീസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. സീരീസ് M1 എന്ന് പറയുന്ന സീരീസാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഡാറ്റ മാർക്സ് 60, 45, 65, 25 and 75. 4 values are there and corresponding indexes are given. So the question is to create a series. സോ ഫസ്റ്റായിട്ട് നമുക്ക് ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ഇപ്പോൾ പ്രോഗ്രാമിങ്ങിലോട്ട് കിടക്കുകയാണ് നമ്മൾ. ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ലൈബ്രറി ഇമ്പോർട്ട് ചെയ്യുക എന്നുള്ള സ്റ്റെപ്പാണ്. സോ ഏതൊരു പ്രോഗ്രാമിനകത്തും അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ലൈബ്രറീസ് നമ്മൾ ഫസ്റ്റ് ഇമ്പോർട്ട് ചെയ്യണം. നമുക്ക് യൂസ് ചെയ്യാനുള്ള ഫങ്ഷൻസ് എല്ലാം ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ ലൈബ്രറിയിലാണ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന ലൈബ്രറി ഏതാണ്? പാണ്ടാസ് ലൈബ്രറിയാണ്. നമ്മൾ അതിനെ റീനെയിം ചെയ്തു PD. സോ പാണ്ടാസ് എന്ന് യൂസ് ചെയ്യുന്നതിന് പകരം നമുക്ക് എന്ത് യൂസ് ചെയ്യാം? PD എന്ന് യൂസ് ചെയ്താൽ മതി. ഓക്കെ, സോ ഈ ലൈബ്രറിക്കകത്തൊക്കെ എന്തുണ്ട്? ഇൻബിൽട്ട് ആയിട്ടുള്ള ഫങ്ഷൻസ് ഉണ്ട്. പാണ്ടാസിനകത്തുള്ള ഇൻബിൽട്ട് ഫങ്ഷനാണ് നമുക്കിവിടെ യൂസ് ചെയ്യാനുള്ളതാണ് സീരീസ് എന്ന് പറയുന്ന ഫങ്ഷൻ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫങ്ഷൻസ് യൂസ് ചെയ്യുമ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് ലെറ്റർ ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ദെൻ ഫങ്ഷൻ എന്തുണ്ടാവും? ഒരു ബ്രാക്കറ്റ് ഉണ്ടാവും, ഒരു ഓപ്പണിംഗ് ബ്രാക്കറ്റും ക്ലോസിംഗ് ബ്രാക്കറ്റും ഉണ്ടായിരിക്കും. സോ ഇതിനകത്താണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? വാല്യൂസ് കൊടുക്കുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താ പറഞ്ഞത്? ഇമ്പോർട്ട് പാണ്ടാസ് ആസ് PD. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. സോ നമ്മൾ എന്ത് ചെയ്യണം? ലൈബ്രറി ഇമ്പോർട്ട് ചെയ്യുകയാണ് എപ്പോഴും നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് എന്ത് ചെയ്യണം? ഒരു സീരീസ് ക്രിയേറ്റ് ചെയ്യണം. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് സീരീസിൻ്റെ നെയിം M1 ആണ്. ഓക്കെ, സോ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുന്ന സീരീസിന് നെയിം കൊടുത്തു M1. M1 ഈക്വൽ ടു PD.series. പാണ്ടാസ് ഡോട്ട് സീരീസിന് പകരം നമ്മൾ എന്ത് കൊടുത്തു? PD.series എന്ന്. ശ്രദ്ധിക്കണം, ഇവിടെ S എന്ന് പറയുന്നത് ക്യാപിറ്റലാണ്. ഓക്കെ, സോ ഇമ്പോർട്ട് സ്റ്റേറ്റ്മെൻറ്റിനാണ് ശ്രദ്ധിക്കണം. I എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ ആയിട്ട് തന്നെ കൊടുക്കണം. ഇമ്പോർട്ട് പാണ്ടാസ് ആസ് PD. സ്ട്രക്ചറും അതിൻ്റെ ഒരു സിൻടാക്സും അതിൻ്റെ ഒരു സ്ട്രക്ചർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് പ്രോഗ്രാമിങ്ങിനകത്ത്. ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററൊക്കെ എന്താണ്? കേസ് സെൻസിറ്റീവ് ആണ്. ഓക്കെ, സീരീസ് S ക്യാപിറ്റൽ, ദെൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. നമുക്കിവിടെ പറഞ്ഞു 2 പാർട്ടുണ്ടെന്ന് പറഞ്ഞു, നമ്മളിവിടെ കണ്ടു 2 പാർട്ടുണ്ട്, ഇൻഡെക്സ് പാർട്ടും ഡാറ്റ പാർട്ടും. സോ അതേപോലെ തന്നെ നമുക്കിവിടെ ഡാറ്റാസ് ഒരു ലിസ്റ്റായിട്ട് കൊടുക്കാം. 45 ലിസ്റ്റ് ഡാറ്റ ടൈപ്പ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്.
65, 25, 78. സോ 4 വാല്യൂസ് നമ്മൾ എന്തായാലും കൊടുത്തു, ഒരു ലിസ്റ്റായിട്ട് കൊടുത്തു. ദെൻ കോമ. സോ ഡാറ്റയെയും ഇൻഡെക്സിനെയും സെപ്പറേറ്റ് ചെയ്യുന്നത് എന്താണ്, കോമ യൂസ് ചെയ്തിട്ടാണ്. നെക്സ്റ്റ് നമ്മൾ കൊടുക്കുന്നു ഇൻഡെക്സ്. ഇൻഡെക്സ് അഗെയിൻ ഒരു ലിസ്റ്റായിട്ട് നമ്മൾ കൊടുക്കുകയാണ്. 45 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻഡെക്സ് കൊടുത്തു. 65 ടേം 2, 25 ടേം 3 ആണ് കേട്ടോ. ഓക്കെ, ടേം 3 ആണ് നമുക്കിവിടെ വേണ്ടത്, ടേം 3. ദെൻ 78 ടേം 4. ഓക്കെ, ദെൻ ഫൈനലി പ്രിൻറ്റ് M1. പ്രിൻറ്റ് M1 എന്നുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ള സീരീസ് ഡിസ്പ്ലേ ചെയ്യാനായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് പ്രിൻറ്റ് M1. ഓക്കെ, സോ ദിസ് ഈസ് ദ ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, പ്രിൻറ്റ് M1. സോ നമുക്ക് എന്ത് കിട്ടും, നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു കറസ്പോണ്ടിങ് സീരീസ് നമുക്ക് ക്രിയേറ്റ് ആയി കിട്ടും. ഓക്കെ, സോ കൂടുതൽ സീരീസസ് ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു ക്വസ്റ്റ്യൻസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.